നിർഭൻ ചക്രവർത്തിയിലേക്ക്. നിർഭൻ ചക്രവർത്തി കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. പണ്ടാരാണ്ട് പറഞ്ഞതുപോലെയാണ്, കൊടുക്കുന്ന ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്, കൊടുക്കുന്ന മരുന്നൊക്കെ ചെല്ലുന്നുണ്ട്, പക്ഷേ രോഗത്തിനൊട്ടും ഇറക്കമില്ല. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഇന്നും വിഷ്ണു തലവൂർ നൽകാനുള്ളത്. വ്യക്തികൾ മാറുന്നു, ഈ ചർച്ചയുടെ സ്ഥലം മാറുന്നു എന്നേ ഉള്ളൂ. അജിംഷാദ്, 102 സീറ്റുകൾ 10 ദിവസം പിന്നിട്ടു. കേരളത്തിലൊരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഹൈക്കമാൻഡിന് തീരുമാനം പ്രഖ്യാപിക്കാൻ കൈവിറയ്ക്കുകയാണ്. എന്തുകൊണ്ട് MLA-മാരുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കി ഭൂരിപക്ഷം ലഭിച്ച നേതാവിനെ പ്രഖ്യാപിക്കാൻ ഹൈക്കമാൻഡിന് ആകുന്നില്ല എന്ന ചോദ്യം ഒരു ഭാഗത്ത്. സമ്മർദ്ദങ്ങൾ എന്തുകൊണ്ട് ഹൈക്കമാൻഡിന് അതിജീവിക്കാൻ കഴിയുന്നില്ല? മുതിർന്ന നേതാക്കളെ, മുൻ KPCC അധ്യക്ഷന്മാരെ ദില്ലിയിൽ വിളിച്ചപ്പോൾ ഏവരും കേരളത്തിലെ നേതാക്കളും ഘടകകക്ഷികളും പ്രതീക്ഷിച്ചിരുന്നു ഇത് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയാകാം, അല്ല എങ്കിൽ തീരുമാനം പ്രഖ്യാപിക്കുന്നതിന് മുമ്പെയുള്ള അനുനയമായിരിക്കാം. അങ്ങനെ ഇന്നലെ VM സുധീരനടക്കം രാത്രി കണ്ട് പിരിഞ്ഞു. പക്ഷേ ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന്, ഇന്നലെ രാത്രിയോ ഇന്ന് പ്രഖ്യാപനം രാവിലെ ഉണ്ടാകുമെന്ന് കരുതി വീണ്ടും പലതരത്തിലുള്ള യോഗങ്ങളിലേക്ക് പോകുന്നു. അവസാനം രാഹുലും ഖാർഗെയും തമ്മിൽ വീണ്ടും ചേരുകയാണ്. ദീപാദാസ് മുൻഷി ദില്ലിയിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചിരിക്കുന്നു. അത് കേരളത്തിൽ അവരെത്തി പ്രഖ്യാപിക്കാനാണോ, അവിടെ പ്രഖ്യാപിച്ചാൽ ഇവിടെ പൊട്ടിത്തെറി ഒഴിവാക്കാനുള്ള കൂടിയാലോചനകളാണോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. 3 കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. സമ്മർദ്ദം വിജയിച്ചാൽ VD, ഭൂരിപക്ഷമാണെങ്കിൽ KC, ഒത്തുതീർപ്പാണെങ്കിൽ രമേശ് ചെന്നിത്തല. മൂവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് 3 കേന്ദ്രങ്ങളിൽ. അവരുടെ അനുയായികളൊക്കെ തന്നെ ഇപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നേരത്തെ ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ റിപ്പോർട്ട് ചെയ്തതുപോലെ ഹൈക്കമാൻഡിൻ്റെ മാനദണ്ഡമനുസരിച്ച്, അവരുടെ നടപടിക്രമങ്ങൾ അനുസരിച്ചാണെങ്കിൽ കർണാടകയിലും തെലങ്കാനയിലും സമീപത്തെ കാലത്തെ എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും തിരഞ്ഞെടുത്ത പാത അതുതന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു തരത്തിലും കൈവിറയ്ക്കാതെ ഹൈക്കമാൻഡ് KC വേണുഗോപാൽ എന്ന ഒറ്റ പേരിലേക്ക് എത്താനാണ് സാധ്യത. അങ്ങനെ എത്തുമ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്ന മറ്റ് വിഭാഗക്കാർ ഉണ്ടാകുമോ? ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ പരസ്യമായി അഭിപ്രായം പറയുമോ? പൊട്ടിത്തെറി കൂടുതൽ രൂക്ഷമാകുമോ? 20-ാം തീയതിക്കുള്ളിൽ ഈ സത്യപ്രതിജ്ഞ നടത്തുന്നതിൽ അത് കല്ലുകടിയായി മാറുമോ? VD സതീശൻ മാറി നിൽക്കുമോ? രമേശ് ചെന്നിത്തല എങ്ങനെയാണ് അനുനയിപ്പിച്ച് കൂടെ നിർത്താനാകുക? ഇത്തരത്തിലുള്ള ചർച്ചകളായിരിക്കും സ്വാഭാവികമായും ദില്ലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നത്. പക്ഷേ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് പോലും നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ എന്താണ് അന്തിമ തീരുമാനം? KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കം കഴിഞ്ഞ ദിവസം വെളുത്ത പുക വരും എന്ന് പറഞ്ഞതല്ലാതെ ഈ വിജയത്തിൻ്റെ നിറം കെട്ടുപോയി എന്ന് അദ്ദേഹത്തിന് തന്നെ, KPCC അധ്യക്ഷന് തന്നെ സമ്മതിക്കേണ്ടി വന്ന ഒരു കാലാവസ്ഥ. ഘടകകക്ഷികൾ ഷിബു ബേബി ജോണും MK പ്രേമചന്ദ്രനും ഒക്കെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു. നമുക്ക് ആ വാക്ക് കേട്ടതിന് ശേഷം നിർഭനിലേക്ക് തിരിച്ചെത്താം. അതായത് RSP നേതാക്കളുടെ അല്ല, VM സുധീരൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വൈകുന്നതെന്ന് അറിയില്ല, അദ്ദേഹം തുറന്നു പറയുന്നു. ആ വാക്കുകളൊന്ന് കേൾക്കാം. VM സുധീരൻ: ഇതുവരെ പ്രഖ്യാപനം സംബന്ധിച്ച് ഒരു ഇൻഫർമേഷനും എനിക്കില്ല. പിന്നെ ഈ പ്രഖ്യാപനം ഇങ്ങനെ വൈകുന്നത് ശരിയാണോ സർ? പ്രഖ്യാപനം എത്രയും നേരത്തെ വരുന്നതാണ് അത്രയും നല്ലത്. കാരണം ആളുകളൊക്കെ വളരെ ആകാംക്ഷാഭരിതരാണ്. ഈ ഘടകകക്ഷികൾ പ്രതിഷേധം അറിയിച്ചു തുടങ്ങി. RSP ആണെങ്കിലും അവർ പറയുന്നത് ഈ രീതിയിൽ ഇങ്ങനെ വൈകിപ്പിക്കുന്നത് ശരിയാണ്. സ്വാഭാവികമായി പ്രതികരണങ്ങൾ ഉണ്ടാവുമല്ലോ. കാരണം തെരഞ്ഞെടുപ്പ് വരെ പ്രഖ്യാപനം കഴിഞ്ഞു, ഇത്രയും ദിവസമായി. സ്വാഭാവികമായും ആളുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ വരാത്തതിൽ ആളുകൾക്കൊരു മാനസികമായ പ്രയാസമുണ്ടാകുക സ്വാഭാവികമാണ്. എത്രയും നേരത്തെ പരിഹൃതമാകട്ടെ. എന്തായിരിക്കും സാർ പ്രഖ്യാപിക്കുന്നതിൽ ഒരു പ്രതിസന്ധി? എന്തായിരിക്കും? എനിക്ക് അറിഞ്ഞുകൂടെ. അത് ഹൈക്കമാൻഡിന് അത്ര കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. നിർഭൻ ചക്രവർത്തിയിലേക്ക്. നിർഭൻ സൂചിപ്പിച്ചതുപോലെ അറിയില്ല, എന്താണെന്നറിയില്ല. കാരണം ഞങ്ങളൊക്കെ പറയാനുള്ളത് പറഞ്ഞു. കാരണം ഓരോ തത്തിക്കാണല്ലോ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. ഓരോ ഘട്ടമായിട്ടാണ് നേതാക്കളെ വിളിച്ചത്. മുൻ നേതാക്കളെ വിളിച്ചു, ഇപ്പോഴത്തെ നേതാക്കളെ വിളിച്ചു, ഈ ഗ്രൂപ്പ് നേതാക്കളെ വിളിച്ചു, മറ്റ് പല വിധത്തിലുണ്ട്. പല വോട്ടർമാരും പറഞ്ഞു ഇനി ഞങ്ങളെയും കൂടി വിളിക്കൂ എന്ന് ട്രോള് വരെ വന്നു. ഇങ്ങനെയൊക്കെ വിളിച്ചു. പേരുണ്ട് കയ്യിൽ, പക്ഷേ ഈ പേര് പറയാനുള്ള പേടിയാണ്. പേര് പറഞ്ഞാൽ എന്താകും എന്ന സ്ഥിതി. അതിന് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇന്നിപ്പോൾ ദീപാദാസ് മുൻഷി വൈകിട്ട് വരുന്നു എന്ന കാര്യം പറഞ്ഞു. ഇവിടെ ആദ്യമായി VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് പരസ്യമായി പറഞ്ഞത് DCC പ്രസിഡന്റ് ഷിയാസാണ്. ആ ഷിയാസിൻ്റെ വസതിയിൽ ഇന്ന് VD സതീശൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വസ്തരെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എന്താകും എന്നുള്ള ഒരു ഭയം ഹൈക്കമാൻഡിനുണ്ട്, അല്ലേ
അല്ലേ നിർവൻ? ഇതിൻ്റെ സത്യാവസ്ഥ അതല്ലേ? പേര് കയ്യിലുണ്ട്. അത് ആദ്യ ദിവസം തന്നെ നിർവൻ പറഞ്ഞു ഇതൊക്കെ ചടങ്ങുകളാണ്, പേര് കയ്യിലുണ്ട്, പക്ഷെ പേര് പറയാൻ ഇപ്പോൾ ആകുന്നില്ല. അജിംഷാദ് പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് തുടങ്ങാം. വി എം സുധീരൻ മുൻ KPCC അധ്യക്ഷനാണ്. കഴിഞ്ഞ ദിവസം അടച്ചിട്ട മുറിയിൽ 1 മണിക്കൂറാണ് ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം പുറത്തിറങ്ങിയ വി എം സുധീരനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതിനപ്പുറം ഒരു മറുപടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചോ അണികളെ സംബന്ധിച്ചോ ഉത്തരം കിട്ടാനില്ല. കാരണം KPCC അധ്യക്ഷൻ അറിയില്ല, AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് തീരുമാനം വരുമോ വരാതിരിക്കുമോ എന്ന കാര്യത്തെ സംബന്ധിച്ച് AICC ലീഡർഷിപ്പ് മറുപടി പറയുന്നില്ല. മാനദണ്ഡം എന്താണ് എന്ന കാര്യം ഇതുവരെ AICC വ്യക്തമാക്കുന്നില്ല. ദില്ലിയിലെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയപ്പോൾ നേരത്തെ തന്നെ ഈ മുൻ KPCC അധ്യക്ഷന്മാർ എന്തിനാണ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് എന്ന കാര്യത്തിൽ അവർക്ക് പോകുന്നതിന് മുമ്പ് ധാരണയില്ലായിരുന്നു. കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും അവർക്ക് ധാരണയില്ല. അപ്പോൾ എന്തിനാണ് വിളിപ്പിച്ചത്? അതിനൊപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെ എന്തിനാണ് ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്? നേരത്തെ പ്രസിഡന്റുമായി ചർച്ച നടത്തി തിരിച്ചു വന്ന KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കം നാട്ടിലേക്ക് മടങ്ങിയെത്തിയല്ലോ. പിന്നെ എന്തിനാണ് വർക്കിംഗ് പ്രസിഡന്റുമാരായ 3 പേരെ ഈ മുൻ KPCC അധ്യക്ഷന്മാർക്കൊപ്പം ദില്ലിയിലേക്ക് വിളിപ്പിച്ചത്? കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. ഒരു തരത്തിലുള്ള അനുനയം ആണ് ചിലപ്പോൾ ഹൈക്കമാൻഡ് ആലോചിക്കുക. ഇത് ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാവരുമായി ഒന്നിച്ചാലോചിച്ച് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തതാണ് എന്ന് മാധ്യമങ്ങളെയും പൊതുസമൂഹത്തെയും ബോധ്യപ്പെടുത്താനുള്ള ശ്രമമായിരിക്കും ഹൈക്കമാൻഡ് നടത്തുന്നത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയൊരവസ്ഥയുണ്ട്. കാരണം ഈ മാനദണ്ഡപ്രകാരം തീരുമാനം പ്രഖ്യാപിക്കാമായിരുന്നെങ്കിൽ നേരത്തെ തന്നെ പ്രഖ്യാപിക്കാമായിരുന്നു. തെരുവിലേക്ക് ഇത് വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. ചില സമ്മർദ്ദ ഗ്രൂപ്പുകൾക്ക് ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് ഇടപെട്ട് കടന്നു കയറി അവരുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ഇതൊക്കെ വഴിവെക്കുന്നതിൽ എന്തൊക്കെയാണ് ഈ സമ്മർദ്ദം ഉണ്ടായത്, എന്തുകൊണ്ട് നേരത്തെ പ്രഖ്യാപിച്ചില്ല എന്ന കാര്യം കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ ഒരു ദുർബലാവസ്ഥയായിരിക്കും സൂചിപ്പിക്കുന്നത്. കർണാടകയിൽ തീരുമാനിച്ച ഘട്ടത്തെക്കുറിച്ച് തന്നെ ഇപ്പോൾ പഴയകാലം മാധ്യമപ്രവർത്തകർ തന്നെ ആലോചിക്കുന്നുണ്ട്. 4 ദിവസം നീണ്ട മാരത്തോൺ ചർച്ച മല്ലികാർജ്ജുന ഖാർഗെയോട് പുലർച്ചെ വരെ ചർച്ച നടത്തി, എന്നിട്ട് പരിഹാരമായില്ല. 4 ദിവസം നെടുതീളൻ ചർച്ചകളായിരുന്നു, 24 മണിക്കൂറും. അവസാനം രാത്രി 1:30 മണിക്ക് ഖാർഗെയെ ഫോൺ ചെയ്ത് DK ശിവകുമാർ പറയുകയാണ് താൻ സ്വയം പിന്മാറുന്നു, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ആർഗ്യുമെൻറ്റ്സ് താൻ പിൻവലിക്കുകയാണെന്ന് രാത്രി 1:30 മണിക്കാണ്. സന്തോഷത്തോടെ ഖാർഗെ പൊടുന്നനെ KPCC ജനറൽ സെക്രട്ടറി AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലിനെ വിളിച്ചു പറയുകയായിരുന്നു. അങ്ങനെയാണ് അവിടുത്തെ വിഷയം പരിഹരിച്ചത്. പക്ഷേ ഇവിടെ 10 ദിവസമായി പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല, പ്രഖ്യാപനം വരുന്നില്ല. ഇനി 18-നോ 20-നോ ആണ് സത്യപ്രതിജ്ഞ ഇവർ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുള്ളത്. ആ തീയതിക്ക് വേണ്ടിയിട്ട് ഒരുക്കത്തിന് മുമ്പ് തന്നെ മന്ത്രിസഭയെ സംബന്ധിച്ച് മന്ത്രിമാരുടെ കാര്യത്തിൽ ഇനി ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ അടുത്ത കിടമത്സരം അതിലേക്ക് പോകും. മാധ്യമങ്ങളിൽ ഇങ്ങനെ തരത്തിൽ തന്നെ സജീവമായി ചർച്ച നടത്തുമ്പോൾ MLA-മാർക്ക് മണ്ഡലങ്ങളിൽ സ്വകാര്യ ചടങ്ങിൽ പോലും പങ്കെടുക്കാൻ കഴിയുന്നില്ല. അത് ലീഗ് എന്നല്ല, കോൺഗ്രസ് എന്നല്ല, കേരള കോൺഗ്രസ് ജോസഫ് എന്നല്ല, RSP എന്നല്ല, എല്ലാവരുടെയും സ്ഥിതി ഒരുപോലെയാണ്. അതുകൊണ്ട് എല്ലാവരും തുല്യ ദുഃഖിതരാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ നേരത്തെ സമ്മർദ്ദം ഉന്നയിച്ചിരുന്നവർ പോലും പറയുന്നത് ഇനി ആരായാലും മതി നേരത്തെ പ്രഖ്യാപിക്കൂ എന്നതാണ്. അത് തന്നെയാണ് ഇന്ന് കേരളം കാത്തിരിക്കുന്നത്. ഇന്നെങ്കിലും ദില്ലിയിൽ നിന്നുള്ള യാത്രകൾക്ക് ശേഷം നേരത്തെ അജിംഷാദ് പറഞ്ഞതുപോലെ കേരളത്തിൽ വോട്ട് ചെയ്ത പ്രവർത്തകരെ കൂടി ഇനി ദില്ലിയിലേക്ക് വിളിപ്പിക്കുന്നത് കൂടി കേരളം കാണേണ്ടി വരുമോ എന്ന ആശങ്കയാണ് കേരളത്തിനുള്ളത്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ സമൃദ്ധമാണ്. ജെൻസി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ 10 വർഷക്കാലത്തിന് മുമ്പുള്ള ചരിത്രത്തെക്കുറിച്ച് പലർക്കും അറിയാമായിരുന്നില്ല. ഇപ്പോൾ അവരെ ഓരോരുത്തരും അറിയുകയാണ്, കോൺഗ്രസ് രാഷ്ട്രീയത്തെ കൂടുതൽ അറിയുകയാണ്. സാധാരണഗതിയിൽ മുമ്പൊക്കെ ഇപ്പോൾ ആന്റണി കരുണാകരൻ കാലം നമുക്ക് ഓർമ്മയുണ്ട്. ആന്റണിയെ മുഖ്യമന്ത്രിയാക്കണമെങ്കിൽ ഇത്തരം തർക്കങ്ങൾക്കൊടുവിൽ കരുണാകരനെ ഉപയോഗിച്ച് ആ പേര് നിർദ്ദേശിക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടി ആകുമ്പോൾ ഉമ്മൻചാണ്ടി ആകണം, അത് രമേശ് ചെന്നിത്തലയെ കൊണ്ട് നിർദ്ദേശിക്കും. പക്ഷെ അങ്ങനെ നിർദ്ദേശിക്കാൻ പോലുമുള്ള ഒരു സമവായത്തിലേക്ക് എത്തുന്നില്ല ഇപ്പോഴത്തെ 3 നേതാക്കൾ എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം അങ്ങനെ പ്രഖ്യാപിക്കില്ല, തങ്ങൾ പറയില്ല. കാരണം പരസ്യമായൊരു റിവോൾട്ട് അവർ തുടങ്ങി വെക്കുക എന്നുള്ളതാണ്. അതാണ് ഹൈക്കമാൻഡിനൊക്കെ ഭയപ്പെടുന്നതെന്നാണ് കേൾക്കുന്നത്. അറിയില്ല. നിർഭൻ, ഈ പ്രതിസന്ധി വളരെ രൂക്ഷമായി തുടർന്നാൽ എന്താകും ഇനിയുള്ള നീക്കങ്ങൾ? ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഷിയാസിൻ്റെ വസതിയിൽ അങ്ങനെ ഒരു വിശ്വസ്തരെ കാണുന്നു. അപ്പോൾ ഇന്ന് മല്ലികാർജ്ജുന മീൻസ് ദീപദാസ് മുൻഷി ഇവിടെ എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇവരിത് ആരുടെ പേര് പറഞ്ഞാലും മറ്റു വിഭാഗങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കും. അതിൽ ഏറ്റവും പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള സാധ്യത VD സതീശനാണ്, VD സതീശ വിഭാഗമാണ്. അങ്ങനെയാണ് നമുക്ക് കാണാനാകുന്നത്. അപ്പോൾ അത് ഒരുപക്ഷെ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും? പക്ഷേ ഇവർക്ക് ഒരിക്കലും കൊടുക്കാനും ആകില്ല. ഇങ്ങനെ ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച ഒരാൾക്ക് എങ്ങനെ എന്നൊക്കെയുള്ള ഘടകങ്ങൾ അവിടെ ഉണ്ട്. മറ്റ് ഘടകങ്ങളായി പ്രധാന ഘടകം KC വേണുഗോപാലിനെ ആക്കണം എന്നതാണ് ഹൈക്കമാൻഡിൻ്റെ ആഗ്രഹം.
എന്നത് നമുക്കറിയാവുന്നതാണ്. ഇതൊക്കെ എങ്ങനെയായിരിക്കും പരിഹരിക്കുക? ഇതിനെ എങ്ങനെ അവർ ടാക്കിൾ ചെയ്യും, എങ്ങനെ അവർ കൈകാര്യം ചെയ്യും? അത് ഹൈക്കമാൻഡാണ് വ്യക്തമാക്കേണ്ടത്. നമുക്ക് ഈ വാർത്തകൾ ഒബ്സർവ് ചെയ്യുന്ന, റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നേരത്തെ അജിംഷാദ് പറഞ്ഞതിൻ്റെ തുടർച്ചയായ കൂടി അതപ്പോഴേക്കാണല്ലോ അതിൻ്റെ തുടർച്ച മുറിഞ്ഞു പോയത്. നേരത്തെ ഈ കാര്യങ്ങളിൽ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നതിൽ കെ കരുണാകരനും എ കെ ആൻ്റണിയൊക്കെ ഉള്ള കാലത്ത് കെ കരുണാകരൻ തന്നെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നയിക്കുകയും വീണ്ടും അദ്ദേഹം തന്നെ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഉറപ്പുണ്ടായിരുന്ന ഘട്ടമായിരുന്നു. ഇടയ്ക്ക് നേതൃമാറ്റം ഉണ്ടാകുന്നു, ആൻ്റണി വരുന്നു, ആൻ്റണി നയിച്ച ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, സ്വാഭാവികമായി ആൻ്റണി തന്നെ വരുമെന്ന കാര്യം അറിയുന്നു. അടുത്ത് ഉമ്മൻചാണ്ടി വരുന്നു, ഉമ്മൻചാണ്ടി എന്നെ തെരഞ്ഞെടുപ്പിന് നേരിടുന്നു, ഉമ്മൻചാണ്ടി തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പുണ്ടാകുന്നു. എന്നാൽ 2016 ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് രമേശ് ചെന്നിത്തല വരുന്നു. രമേശ് ചെന്നിത്തല വീണ്ടും അധികാരത്തിൽ നിന്ന് കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് വീണ്ടും തുടർച്ചയായ പിണറായി ഭരണം, LDF ഭരണം തുടർച്ചയായി ഉണ്ടാകുന്നു. അപ്പോൾ ഒരു മാറ്റം കൂടി ഉണ്ടാകുന്നു. രമേശ് ചെന്നിത്തല ആ പദവിയിൽ നിന്ന് മാറ്റി VD സതീശൻ ആ പദവിയിലേക്ക് വരുന്നു. അങ്ങനെ ഒരു മാറ്റം ഉണ്ടായപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും തുടർന്ന് പ്രതിപക്ഷത്തെ നയിച്ചിരുന്നെങ്കിൽ ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നില്ല. കാരണം ആ പ്രതിപക്ഷ നേതാവ് തന്നെ നയിച്ചു, സ്വാഭാവികമായും അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി പദത്തിലേക്ക് ഒരു തർക്കം വരുമായിരുന്നില്ല. ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് പഴയതിൽ നിന്നുള്ള തുടർച്ച. മുമ്പ് തന്നെ മുഖ്യമന്ത്രി ചർച്ചയെ സംബന്ധിച്ച് ഒരു ഘട്ടത്തിൽ പോലും തെരുവിലിറങ്ങിയിട്ടില്ല. നേതൃമാറ്റം ഉന്നയിച്ചുകൊണ്ടിട്ടുള്ള ഭരണത്തിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ട് മുഖ്യമന്ത്രിമാർക്ക്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് നയിച്ചത് പ്രതിപക്ഷ നേതാക്കളായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പം കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല. കാരണം മുഖ്യമന്ത്രി പ്രഖ്യാപനത്തെ സംബന്ധിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു ഘട്ടവും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇങ്ങനൊരു ഘട്ടം ഉണ്ടാകാനുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചരിത്രം, അങ്ങനെ ഒരു മാറ്റം വന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറയുന്ന അജിംഷാദ് രണ്ടാമത് പറഞ്ഞ കാര്യമാണ് വെല്ലുവിളികളാണ്. വെല്ലുവിളികളെന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡ് പരാജയപ്പെട്ട് VD സതീശനിലേക്ക് പോയാൽ തൊട്ടടുത്ത് നേരത്തെ വിഷ്ണു തലവൂർ റിപ്പോർട്ട് ചെയ്തതുപോലെ കർണാടക കാത്തിരിക്കുകയാണ്. DK ശിവകുമാർ വെറുതെ ഇരിക്കുമെന്ന് കരുതാൻ വയ്യ. പ്രത്യേകിച്ച് ഹൈക്കമാൻഡിൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രകടനം നടത്തി ഘടകകക്ഷികളൊക്കെ സമ്മർദ്ദം നടത്തി ഒരാൾ മുഖ്യമന്ത്രിയായാൽ സ്വാഭാവികമായി MLA-മാരുടെ ഭൂരിപക്ഷം KC വേണുഗോപാലിനാണ്. 46 പേർ കോൺഗ്രസിൻ്റെ MLA-മാർ KCക്കൊപ്പമാണ്. അധികാരത്തിൽ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല പുറത്തോ അല്ലെങ്കിൽ ജൂനിയറായി അതിൻ്റെ താഴെയുള്ള പദവിയിലേക്ക് ഇരിക്കേണ്ടി വരും. അപ്പോൾ സമ്മർദ്ദത്തിൻ്റെ അളവ് കൂടുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ MLA-മാരെ നിലനിർത്താനുള്ള കിടമത്സരമായിരിക്കും കോൺഗ്രസിനുള്ളിൽ VD വന്നാൽ നടക്കുക. VD-യുടെ സമീപനം അനുസരിച്ചിട്ട് സ്വാഭാവികമായി അദ്ദേഹം നിലപാടുകളിൽ നിന്ന് ഒരു തരത്തിലും പിന്നോട്ട് പോകാനുള്ള സാധ്യതയുമില്ല. അതുകൊണ്ട് തന്നെ തർക്കം രൂക്ഷമാകുന്ന കാര്യം ഉറപ്പാണ്. അത് ഈ പറഞ്ഞ 4-ാം തീയതി KPCC ആസ്ഥാനത്ത് ഏകദേശം 10 മണിയോടുകൂടി ആ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഭാവി കേരളം കാണാൻ പോകുന്ന കാര്യത്തെ സംബന്ധിച്ച് ഏറെക്കുറെ വ്യക്തമായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് തന്നെ ജനങ്ങൾ തന്നെ സ്വമേധയാ ഇക്കാര്യങ്ങളിൽ ട്രോളായും കുട്ടികളൊക്കെ തന്നെ ഖാർഗേജി എപ്പോഴാണ് തേങ്ങ ഉടയ്ക്കുക എന്ന് ജൻസി കുട്ടികൾ ചോദിക്കുന്ന ഘട്ടത്തിലേക്ക് കേരളത്തിലെ ഈ കോൺഗ്രസ് രാഷ്ട്രീയം മാറുമെന്ന് കരുതിയിരുന്നില്ല. ഇനിയെല്ലാം ഹൈക്കമാൻഡിൽ പന്ത് കോർട്ടിലാണ്, ഹൈക്കമാൻഡ് കോർട്ടിലാണ് എന്ന് തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ട് ഏകദേശം 6-7 ദിവസമായി, ആഴ്ചകൾ പിന്നിട്ടു. ക്ഷമ നശിച്ച് നിരാശയുടെ കാർമേഘം KPCC ആസ്ഥാനത്ത് പടർന്നു കഴിഞ്ഞു. അജിംഷാദ്, തീർച്ചയായും ആ കാർമേഘം ഇനി മഴയായി പെയ്യുമോ, ഇനി മഴ ഇടിവെട്ടായി ആരെങ്കിലെയൊക്കെ തലയിൽ ഇടിവെട്ടേക്കുമോ എന്നൊക്കെ കാണേണ്ടതും കേൾക്കേണ്ടതുമുണ്ട്. എന്തായാലും നിർഭനാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.